ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് പോളയുടേതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു പോളയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഞാൻ ക്യാരറ്റ് എടുത്തിന്. ഇതിപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാമെല്ലാം ഉണ്ടാവും. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിന്. ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് ഗീ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഗീയിൽ വാട്ടിയാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കലാന്ന്. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇടാം 1 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമാണ്. ഇതിലും കൂടുതൽ വേണമെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ഇടാം. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കട്ടെ. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ക്യാരറ്റ് അവിടെ കുക്കായിന്. ഇനിയിപ്പോൾ നമുക്കൊരു ബോളിലേക്ക് 4 മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മുട്ടയും പഞ്ചസാരയെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് അലിയിച്ചെടുക്കലാന്ന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് അലിയിച്ചെടുത്താൽ മതിയാവും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ടിന്. അപ്പോൾ ഇതാ പഞ്ചസാരയെല്ലാം നല്ലോണം അലിഞ്ഞ് വന്നതിന്. ഇനിയിപ്പം നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കലാന്ന്. അതിലൊരു കുറച്ച് ഭാഗം ഞാനിടാൻ മാറ്റി വെക്കുന്നുണ്ട്. അതിനിപ്പോൾ ക്യാരറ്റും മുട്ടയുടെ മിക്സെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കലാന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇനിയിപ്പോൾ ഞാൻ ക്യാരറ്റ് വാട്ടിയ സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ചിന്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിന്. അതിലേക്ക് നമ്മൾ ക്യാരറ്റും മുട്ടയും കൂടിയുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കലാന്ന്. എന്നിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടില്ലേ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ 5 മിനിറ്റെല്ലാം കഴിഞ്ഞ നേരം കുറച്ച് ഒന്ന് ആറി വരുമ്പോൾ നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കലാന്ന്. എന്നിട്ടൊരു 15 മിനിറ്റ് കൂടിയിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ അതിൻ്റെ അടിയിലൊരു പഴയ പാനോ തട്ടോ എന്തെങ്കിലും ഒന്ന് വെക്കണം. അപ്പോൾ അതാ 15 മിനിറ്റെല്ലാം കഴിഞ്ഞ് ക്യാരറ്റിൻ്റെ മുകൾ ഭാഗം നല്ലോണം കുക്കായി വേണ്ടിയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നമ്മൾ അടിപൊളി ക്യാരറ്റ് പോളയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഗസ്റ്റ് എല്ലാം വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പോള. ഇത് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമല്ലേ ക്യാരറ്റും മുട്ടയൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.